ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളാനിൽ തിരുസവിധി ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളാനിൽ തിരുസവിധി ആദരവോടിടത്താണു വണങ്ങുന്നേ ആദരവോടിടത്താണു വണങ്ങുന്നേ ആരിലുമുന്നതനേ സ്തുതി നിനക്ക് ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധി ഉല്ലാസഗാനങ്ങളാലപിക്കും ഉന്നതനേ ഉയർത്തുന്നു നിന്നെ ഞാൻ ഉല്ലാസഗാനങ്ങളാലപിക്കും ഉലകിൻ നായക നീയല്ലതില്ല ഉലകിൻ നായക നീയല്ലതില്ല ഉപേക്ഷിക്കത്തവനായി ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധി ക്രൈസ്തവ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി 4 പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഞാനേറെ സ്നേഹിക്കുകയും എന്നെ സഹോദരതുല്യം കാണുകയും ചെയ്യുന്ന എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തി, ഏറ്റവും അടുപ്പം ഉള്ളവർ തമ്പിച്ചാൻ എന്ന് വിളിക്കുന്ന ബ്രദർ മാത്യു ജോണാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകളും ഒരുപാട് സമയങ്ങളും ചെലവഴിച്ചിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം ഒരുപാട് അനുഭവങ്ങൾ അച്ഛൻ്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം എല്ലാം എൻ്റെ മനസ്സിലുണ്ട്, ഇത് മറ്റുള്ളവർക്കൂടെ ഒന്ന് കേൾക്കണം, അറിയണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളത് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. 45 വർഷം ക്രൈസ്തവ സംഗീത ലോകത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അങ്ങ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ സന്തോഷകരമായും ദുഃഖകരമായും ഒക്കെയുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് നമുക്ക് കടന്നു വരാം, അതിലേക്ക് വരാം. എന്നാൽ തുടക്കം എങ്ങനായിരുന്നു ഒന്ന് പറയാമോ? അത് ക്രിസ്തീയ അനുഭവത്തിലേക്കാണ്. ഞാൻ ഒരു ക്രിസ്ത്യാനി തന്നെയാണ്. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. കോട്ടയത്താണ് എൻ്റെ വീട്. അപ്പോൾ 1978 ക്യാമ്പസ് ക്രൂസേഡ് എന്ന ഓർഗനൈസേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതുവരെ എനിക്ക് ആ വക കാര്യങ്ങൾ, ഈ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഒരു പാട്ട് പാടാനായിട്ടൊരു മീറ്റിങ്ങിന് അവർ വിളിച്ചു. അവിടെ ചെന്ന് പാട്ട് പാടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ഷെയർ ചെയ്ത് അങ്ങനെ അതിലൂടെ ആ ദിവസമാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലില്ല, ഞാൻ ഈ ചടങ്ങുകളുടെ പിന്നാലെയൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ വാസ്തവമായി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ജീവിതത്തിൽ വേണമെന്ന് വളരെ കൃത്യമായിട്ട് ഈ ക്യാമ്പസ് ക്രൂസിൻ്റെ സ്റ്റാഫ് ഒരാൾ എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് അത് വ്യക്തമായി എനിക്ക് മനസ്സിലായി. അങ്ങനെ അന്ന് അത് 1978 ജൂലൈ മാസം 14 ആയിരുന്നു CMS കോളേജിലെ ഒരു സ്റ്റുഡൻസ് മീറ്റിങ്ങിന് പാട്ട് പാടാൻ ഞാൻ ചെന്നതാണ്.
അപ്പോൾ അവിടെ വെച്ച 4 മണിയോട് കൂടി അവർ മീറ്റിംഗ്, ഒരു 1 ഡേ കോൺഫറൻസ്. അതിന് ശേഷം അവർ സംസാരിച്ച്, അപ്പോൾ അങ്ങനെയാണ് ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നത്. അതിന് ശേഷം അവർ ക്യാമ്പസ് ക്രൂസൈഡുകാർ തന്നെ പറഞ്ഞു കർത്താവിന് വേണ്ടി പാടാനായിട്ട്. ഓൾറെഡി ഞാൻ ചർച്ച് കൊയറിലെ പാട്ടുകാരനാണ്. കുറച്ച് വൈഡായിട്ട് പൊതുജനത്തിന് മുമ്പിൽ കർത്താവിനെ പ്രസൻറ്റ് ചെയ്യാനും അത് ഒരു മിനിസ്ട്രി ആയിട്ട്, ഒരു ശുശ്രൂഷയായിട്ട് ചെയ്യാനൊക്കെ അവസരം ക്യാമ്പസ് ക്രൂസൈഡിലുണ്ട്. അതിന് വരാൻ സാധിക്കുന്നെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു വയലിനിസ്റ്റ്, സാം ഡേവിഡ്. അപ്പോൾ അന്ന് എനിക്കൊരു മ്യൂസിക് ടീമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പാസ്റ്ററുടെ മകനാണ്. ഞങ്ങളെ 2 പേരെ വിളിച്ചു, ക്യാമ്പസ് ക്രൂസൈഡിൽ ജോയിൻ ചെയ്യുന്നു, ഈ മ്യൂസിക് ടീം ഉണ്ടാക്കും, അപ്പോൾ പാടാൻ അവസരമുണ്ട്, അതുപോലെ ഇങ്ങനെ എല്ലായിടത്തും പോയി സുവിശേഷീകരണത്തിനൊക്കെ അവസരം. എനിക്ക് വളരെ കൃത്യമായിട്ട് അതുവരെ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ സംഗീത വിഭാഗം ഒന്നുമില്ല. 1978 കാര്യമാണ്. അപ്പോൾ അങ്ങനെ സാം ഡേവിഡും ഞാനും കൂടെ ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ തീരുമാനിച്ച് അവർ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ തന്ന് ഞങ്ങളവിടെ ചെന്നു. അങ്ങനെയാണ് ഈ ക്യാമ്പസ് ക്രൂസൈഡ് ഓർഗനൈസേഷൻ. അന്ന് അവരുടെ മ്യൂസിക് ടീമാണ് ഈ ഹാർട്ട് ബീറ്റ്സ്. പക്ഷേ അന്നേരം ആ ഹാർട്ട് ബീറ്റ്സ് എന്ന ടീമില്ല. അവിടെ ഞാൻ ചെല്ലുമ്പോൾ, ഞാനും ഈ സാം ഡേവിഡൂടെ ചെല്ലുമ്പോൾ അവിടെ ഭക്തവത്സലൻ എന്ന് പറഞ്ഞ ആളുണ്ട്, പിന്നെ വേറെ 2-3 പേരൂടെ ഉണ്ട്. അവിടെ ഒരു മ്യൂസിക് ടീമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മ്യൂസിക് ടീം ഫോം ചെയ്യണമെന്ന് വെച്ച്. അപ്പോൾ ആദ്യം ഈ 78 ഞാൻ ചെല്ലുക, 78 അവസാനം ചെല്ലുക. അപ്പോൾ അന്നേരം ഞങ്ങൾ ടാർഗറ്റ് 80 ലക്ഷ്യം എന്ന് പറയുന്നത്, അത് 80 കൊണ്ട് ഇന്ത്യയിലെല്ലായിടത്തും പോയി സുവിശേഷീകരണത്തിന് വേണ്ടി ഒരു മ്യൂസിക് ടീമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്ത് അവിടെ പോയി സുവിശേഷീകരണം. അപ്പോൾ അങ്ങനെ ആ മ്യൂസിക് ടീമിനെ അങ്ങനെ ടാർഗറ്റ് 80 എന്ന് പേരിട്ട് ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. അപ്പം അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞ് 80 ആയപ്പോഴത്തേക്കിനാണ് ഈ മ്യൂസിക്കും കുറച്ചുകൂടി ഡെവലപ്പായി. വേറെ കുറേ ആളുകളെയും കൂടെ ഒക്കെ വിളിച്ചു. നല്ല ഗിറ്റാർ വായിക്കുന്ന സണ്ണി ചെറിയൻകീഴ്, അതുപോലെ വേറെ നല്ല കുറച്ച് മ്യൂസീഷ്യൻസ്, രാജൻകോര, അങ്ങനെ വേറെ 2-3-4 പേരൂടെ അതിൽ ജോയിൻ ചെയ്തു. നല്ല പ്രാക്ടീസൊക്കെ ആയി. അപ്പോൾ അങ്ങനെ 80 അവിടുത്തെ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ സ്റ്റാഫ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് തോമസ് എബ്രഹാം, ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ നാഷണൽ ഡയറക്ടറാണ്, അദ്ദേഹം ഈ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ മ്യൂസിക് ടീം ഇട്ട പേരാണ് ഹാർട്ട് ബീറ്റ്സ്. അദ്ദേഹം ഇട്ട പേരാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ പേരിലാണ് പോയത്. അത് ഞാൻ 88 അവസാനം വരെ അതിലുണ്ടായിരുന്നു. 10 വർഷം ക്ലിയറായിട്ട് 10 വർഷത്തോളം ആ ഹാർട്ട് ബീറ്റ്സ് ഉണ്ട്. അതൊരു ഹാർട്ട് ബീറ്റ്സിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു അല്ലേ? ആ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത് 80 ഇന്ത്യ സുവിശേഷീകരിക്കുന്നതിന് ഒരുപാട് മാധ്യമങ്ങൾ ക്യാമ്പസ് ക്രൂസൈഡിനുണ്ട്. അതായത് അവർക്ക് ജീസസ് ഫിലിം ക്യാമ്പസ് ക്രൂസൈഡിന്, പിന്നെ ഐ ഫൗണ്ട് ഇറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിയുണ്ട്, എക്സ്പ്ലോ 85 അങ്ങനെ ഒരു ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഭയങ്കരമായ സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ളൊരു ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ എല്ലായിടത്തും അയച്ച അങ്ങനെയുള്ള ഒരു എക്സ്പ്ലോർ. ഇങ്ങനെ ഹിയർ ഈസ് ലൈഫ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഫിലിമായിട്ടും ആക്ടിവിറ്റീസിലും ഒക്കെ വലിയ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഐറ്റമായിരുന്നു മ്യൂസിക് ടീം. ഇത് ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയി അതാത് ഭാഷകൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ഞാൻ 88 അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് ആദ്യകാലത്ത് ഈ ടാർഗറ്റ് 80 എന്ന് പറഞ്ഞ മ്യൂസിക് ടീം തുടങ്ങിയ സമയത്ത് മധുര എന്നുള്ള ഒരാളാണ് അതിൻ്റെ അക്കോഡിയൻ, അന്ന് അക്കോഡിയൻ വായിച്ചത്, ടൈറ്റസ് ചെറിയൻ. അതായത് നമ്മൾ വലിയ പാട്ട് എഴുതിയിരിക്കുന്ന ഒരാളാണ് എമ്മി ചെറിയാൻ സാർ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ടൈറ്റസ് ചെറിയൻ. നല്ല ബെസ്റ്റായിട്ട് അക്കോഡിയൻ വായിക്കും. അപ്പോൾ അദ്ദേഹം കുറേ നാൾ ഞങ്ങളുടെ കൂടെ ആദ്യകാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്യാമ്പസ് ക്രൂസൈഡ് വിടുന്നു എന്നറിഞ്ഞ പുള്ളിക്കാരൻ അന്ന് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മ്യൂസിക് ടീമുണ്ട് മധുരയിൽ, ഹാപ്പി മെലഡി, അതിനകത്ത് വന്ന് പാടാമോ എന്ന് ചോദിച്ചു.
പാടാൻ അവസരമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ ക്യാമ്പസ് സൂസൈഡിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ഹാപ്പി മെലഡിയിലോട്ട് മധുരയ്ക്ക് പോയി ടൈറ്റസിൻ്റെ കൂടെ, അതുപോലെ ആന്ധ്രയിലും തമിഴ്നാടിൻ്റെ പല പ്രദേശത്തും കേരളത്തിലും പിന്നെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും ഈ ടൈറ്റസിന് ബന്ധങ്ങളുണ്ട്. ഹാപ്പി മെലഡിയിൽ അപ്പോൾ എത്ര വർഷം ഉണ്ടായിരുന്നു? ഹാപ്പി മെലഡിയിൽ ഞാൻ ഒരു 1.5-2 വർഷം അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അതായത് 90 ആയപ്പോഴത്തേക്കിന് അത് വിട്ടു. മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞ ടീം നമ്മുടെ നാട്ടിൽ ഉണ്ടായി. അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ മാസ്റ്റേഴ്സ് വോയിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഈ ക്യാമ്പസ് സൂസൈഡിൽ നിന്ന് എൻ്റെ കൂടെ ചിലരോട് ഞാൻ പോന്നു കഴിഞ്ഞിട്ടുണ്ട്. സണ്ണി ചഹങ്കി ഗിറ്റാറിസ്റ്റും, പുള്ളി നല്ല മ്യൂസിക് ഡയറക്ടറാണ്. അതുപോലെ പുള്ളിക്കാരൻ ഭയങ്കര ഈ ഫീഡിങ് എക്യുപ്മെൻറ്റ്സ് എല്ലാം നന്നായി കൈകാര്യം ചെയ്യും, നല്ലൊരു സൗണ്ട് എഞ്ചിനീയർ. അപ്പോൾ അദ്ദേഹം കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ മാസ്റ്റേഴ്സ് വോയിസിൽ എന്ന് പറഞ്ഞ ടീം സ്റ്റാർട്ട് ചെയ്ത് അതിന് ഞങ്ങൾക്കൊരു വണ്ടി ഒക്കെ ഉണ്ടായി. പിന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു. ആദ്യകാലത്തൊക്കെ ഒത്തിരി പരിതാപകരമാണ്, ഒന്നുമില്ലായിരുന്നു അങ്ങോട്ട്. അപ്പോൾ അതിനകത്ത് നല്ല കുറച്ച് ആൾക്കാർ, ഒന്ന് മരിച്ചുപോയ ഓർഗനിസ്റ്റ് സാബു, അമേരിക്ക കിടന്ന് മരിച്ചല്ലോ, സാബു ഉണ്ടായിരുന്നു, സണ്ണി ഉണ്ടായിരുന്നു, പിന്നെ തബല വായിക്കുന്ന സണ്ണി ജോൺ എന്ന് പറഞ്ഞ ഒരു ആൾ, പിന്നെ പാട്ട് പാടാനായിട്ട് സുജി എന്ന് പറയുന്ന സുജി ചെറിയാനുണ്ടായിരുന്നു. അതിന് മുമ്പ് കുറച്ച് നാൾ നമ്മുടെ ജിജി സാർ, ഇവരൊക്കെ അതിനകത്ത് പാടിയിരുന്നു. പിന്നെ ബാക്കി നല്ലൊരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ബാൻഡായിരുന്നു. കുഞ്ഞുമോൻ തോട്ടപ്പള്ളി, അദ്ദേഹം പ്രസംഗിക്കുകയും ഞങ്ങൾ പാടുകയും ചെയ്യുന്നു. അത് ഒരുപാട് സ്റ്റേജുകളിൽ അത് ഒരുപാട് ശക്തമായിട്ട് അത് ദൈവനാമത്തിന് പ്രയോജനപ്പെട്ടു. അത് ഞങ്ങളിങ്ങനെ അത് പിന്നെ കുറച്ച് ഒത്തിരി ഈ കേരള മലയാളം പരിപാടികൾ എങ്കിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്ത് താമസിക്കുന്ന മലയാളി കോൺഗ്രിഗേഷൻസ് എല്ലാം വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹി, ബോംബെ, ഇങ്ങനെ കട്ടക്ക്, രാജസ്ഥാൻ, കോട്ടായിൽ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മദ്രാസിലും അവിടെ എല്ലായിടത്തും മലയാളികളുടേതായിട്ടുള്ള പരിപാടി. എന്നാലും അതിൻ്റെ അകത്ത് മറ്റ് ലാംഗ്വേജൊക്കെ പാടി അങ്ങനെയാണ് ഈ മാസ്റ്റേഴ്സ് വോയിസ് എന്ന്. ഇപ്പോഴും അത് നിലകൊള്ളുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകളെല്ലാം മ്യൂസിക് ടീമൊക്കെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായി. പിന്നെ അത് തന്നെയല്ല, പല ആളുകളും വിളിക്കുക. ഞാനിപ്പോൾ മിക്കവാറും വിളിക്കുമ്പോഴെല്ലാം ഞാൻ പ്രോഗ്രാമിലാണ്, എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നത്, റെക്കോർഡിങ്ങിലും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഹാർട്ട് ബീസിൻ്റെ സമയത്തും ഈ മാസ്റ്റേഴ്സ് വോയിസിൻ്റെ സമയത്തും ഇന്ത്യയുടെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പ്രോഗ്രാമായിട്ട് പോവുകയും അത് മലയാളത്തിൽ മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വിവിധ ഭാഷകളിൽ പാട്ടുകൾ പഠിച്ച് പാടുന്ന ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങളിലൂടെ ആയിരിക്കും ആ സമയങ്ങളിലൊക്കെ കടന്നു പോയിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒന്നും ആധുനികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അന്ന് ഇല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആ സമയങ്ങളിൽ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് പറയാൻ തക്കതായിട്ടുള്ള അല്ല, അങ്ങനെ ഈ ക്യാമ്പസ് സൂസൈഡിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് ടീം ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് അവർ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല. അതായത് ഒരു ബസ്സാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളത് ആ ക്യാമ്പസ് സൂസൈഡ്. നല്ല സൗണ്ട് സിസ്റ്റം, അത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സൗണ്ട് സിസ്റ്റം ഉണ്ട്. എക്യുപ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞതെല്ലാം മേടിച്ചു തന്നു. നല്ല മൈക്കുകൾ പാടാൻ, അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീമിന് മാനേജർ, അങ്ങനെ ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ നമ്മൾ അഡീഷണലായിട്ടുള്ള സിംഗേഴ്സിനെയൊക്കെ വിളിച്ച് പാടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഒത്തിരി പേരെയൊക്കെ ഒന്ന് ഞങ്ങൾ 8-9 മാക്സിമം വന്ന വണ്ടിയിൽ ഒരു 9 പേരെ കാണത്തുള്ളൂ. അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റുകളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പേര്. ഒരു പെണ്ണ് പാടുന്നുണ്ട്, രമണി മാത്യു ആണ് ആദ്യം മുതലേ ഇതിനകത്ത് പാടിയിരുന്നത്. ഞാൻ പോരുന്ന സമയത്തും രമണി ഉണ്ട് അന്നേരം. അത് കഴിഞ്ഞാൽ രമണി അതിൽ നിന്ന് നീങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് പരിപാടിയില്ലേ, വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ള സിംഗർ. എന്നാൽ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ചില നല്ല സിംഗേഴ്സിനെ വല്ലയിടത്തും ഇപ്പം ഒറീസയിലൊക്കെ ചെന്ന ഒറീസയിൽ നല്ല പാട്ടുകാരുണ്ട്. അവരൊക്കെ ചിലപ്പം ഞങ്ങളുടെ ക്യാമ്പസ് സൂസൈഡുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അപ്പോൾ അവരെയും കൂടെ ഞങ്ങൾ ഉപയോഗിക്കും. അതുപോലെ ഹിന്ദി പാടുന്ന ആരെങ്കിലും ഉണ്ടാകും, അങ്ങനെ ഓരോ പേര്. എന്നാലും നമ്മളുടെ പാട്ടുകൾ, നമ്മളുടെ
ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ കുറേ പാട്ടുകളുണ്ട്, എൻ്റെ കുറച്ച് പാട്ടുകൾ. അങ്ങനത്തെ പാട്ടുകളെല്ലാം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. നല്ല പോയറ്റ്സിനെ കൊണ്ടാണ് എഴുതിക്കുന്നത്. ആ സ്ഥലത്തുള്ള ടൗണിൽ ഏറ്റവും നല്ലൊരാളെ വിളിച്ച് നല്ല പോയട്രി ഒക്കെ എഴുതുന്ന കവികളെ കൊണ്ട് ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ അത് കൃത്യമായി എഴുതും. എന്നിട്ട് അത് നമ്മൾ കാണാതെ പഠിക്കും. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എല്ലാം കൃത്യമാക്കി ഓർക്കസ്ട്ര വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ആണ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഗുജറാത്തിൽ ചെന്നാൽ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിന് ഒരു 12 പാട്ട് ഒക്കെ പാടുക. അപ്പോൾ അതിൻ്റെ അകത്ത് 12 പാട്ടിൽ ഒരു 8 പാട്ടും അവരുടെ ഭാഷയാണ്. 8ന് 6 പാട്ട്, പകുതി പാട്ട് ഹിന്ദി എല്ലായിടത്തും ചിലവാകും, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ചിലവാകും. അപ്പോൾ ഹിന്ദി പാട്ടുകൾ നമ്മൾ ഒത്തിരി പാട്ടുകളുണ്ട്. ഹിന്ദി പിന്നെ നമുക്ക് എഴുതാനും വായിക്കാനും അറിയാം. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ശരിയാകണം. അത് അതിനുള്ള ആളുകളെല്ലാം ക്യാമ്പസ് ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പം ഞങ്ങളുടെ നാഷണൽ ഓഫീസിൽ തന്നെ എല്ലാ ഭാഷക്കാരും ഉണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ശരിയാക്കും. അല്ലെങ്കിൽ തന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ളവരുമായിട്ട് അതിനോട് പിന്നെ ഈ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഈ ഇതിനൊക്കെ മെസ്സേജ് പറയുന്നതിനും അത് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ വേണ്ടിയുള്ള ആളുകൾ, അവരൊക്കെ നല്ല ഏബിളായിട്ടുള്ള ആളുകൾ, ലാംഗ്വേജ് നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഇത് പിന്നെയും പ്രൊനൗൺസ് ചെയ്യും. നമ്മൾ പാടുമ്പോഴും അവർ ശ്രദ്ധിക്കും. എന്നിട്ട് പറയാം അവിടെ ശരിയാക്കണം, ഇവിടെ ശരിയാക്കണം. അങ്ങനെ കുറേ പരിപാടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാകും. അങ്ങനെയൊക്കെ പാടുന്നു. പിന്നെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൂടെയുണ്ട്. അതുകൊണ്ട് ഒക്കെ മുമ്പോട്ട് പോകുന്നു. അത് അങ്ങനെ ആ മ്യൂസിക് ടീമിൻ്റെ അങ്ങനെ ഒരു വലിയ അത് വലിയ ക്രൗഡിന് അകത്ത് പിന്നെ അത് തന്നെ എല്ലാം കണ്ടമാനം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതായത് ഓരോ സ്ഥലത്തും സ്റ്റാഫ് ഉള്ളത് കൊണ്ട് ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ സ്റ്റാഫ് ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ആന്ധ്രയിൽ ചെന്ന് കഴിഞ്ഞാൽ ആന്ധ്രയിൽ തന്നെ ഒരു 10-100 സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പോൾ അവർ എല്ലാം പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നാഷണൽ ഓഫീസിലേക്ക് ആ പ്രോഗ്രാമിലെ ലിസ്റ്റ് അയക്കും. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ അപ്പം ഒരു വർഷം എനിക്ക് തോന്നുന്നത് ആ സമയങ്ങളിൽ ആ 80കളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 200-250 പ്രോഗ്രാം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അല്ലാതെ നമുക്ക് കിട്ടുന്നുള്ളൂ. അവരങ്ങ് അറേഞ്ച് ചെയ്തിരിക്കും. അപ്പം ഞങ്ങൾ തന്നെ പോവുക. അത് അത് ആർക്കും ഈ 10 വർഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അസുഖങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അത് ഉണ്ടെങ്കിലും ഒരു തടസ്സവും കൂടാതെ മുമ്പോട്ട് പോകാനായിട്ട് ഒക്കെ സാധിച്ചു. അങ്ങനെ പിന്നീട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടം മുതൽ തന്നെ ഏകദേശം 30-ലധികം രാജ്യങ്ങളിൽ പല പ്രാവശ്യം പ്രോഗ്രാമിന് പോകാനായിട്ട് കഴിയും. എല്ലാ വർഷവും മിക്കവാറും അവർ വിളിക്കുമ്പോഴാണ് പോകുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ മീറ്റിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിക്കുമ്പം അവർ പല സ്ഥലങ്ങളിലൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. കുറേ പാട്ടുകൾ ഇപ്പം അച്ചാൻ്റെ തന്നേതായിട്ട് എന്ന് പറഞ്ഞാൽ ആ പാട്ട് കേട്ടാൽ ഓർമ്മ വരുന്നത് അച്ചാൻ പാടുന്നതാണ്. ഇപ്പോൾ ആട്ടിടയ, എന്ത് നല്ലോർ സഖി യേശു, നിശയുടെ നിശബ്ദതയിൽ, ഇങ്ങനെ ഒരു വലിയ കൂട്ടം പാട്ടുകൾ ആ സന്ദർഭങ്ങളിൽ പുറത്തു വന്നു. അത് ജനം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും അത് ജനമനസ്സുകളിൽ നിലനിൽക്കുന്ന പാട്ടുകൾ. അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ. ക്യാമ്പസ് ക്രൂസൈഡിൽ ജോയിൻ ചെയ്തപ്പോൾ അന്നേരമാണ് നമ്മൾ മറ്റേ ആരുടെയും കടമെടുത്തിട്ടില്ല പാട്ടുകൾ. അപ്പം ചെന്നപ്പോൾ തോമസ് എബ്രഹാം, ഞങ്ങൾ സണ്ണിച്ചായെന്ന് വിളിക്കുന്നത്, വളരെ ഹൃദ്യമായി ഞങ്ങളെല്ലാം ഭയങ്കരമായി സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കുറേ പാട്ടുകൾ എഴുതി വെച്ചിരുന്നു. അതേ എഴുതി ആട്ടിടയ, പിന്നെ നിശയുടെ നിശബ്ദതയിൽ, അങ്ങനെ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആരാധന ഹൃദയം തുറന്ന് ഞാൻ, ഇങ്ങനെ ആ സമയങ്ങളിൽ ഇറങ്ങിയ ആ പാട്ടുകളെല്ലാം ഭയങ്കര ഹിറ്റുകളായിരുന്നു. ഹാർട്ട് ബീസിന്റെ കാസറ്റുകളിലൂടെ അദ്ദേഹം എഴുതി പാട്ട് പാടിയത് ഭക്തവത്സലൻ ട്യൂൺ ചെയ്തു. അദ്ദേഹം കൊണ്ടുവന്നു. വാസം പറഞ്ഞാൽ അദ്ദേഹം അതിനൊരു ട്യൂൺ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ഹൗസിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. ഞങ്ങൾക്കൊരു ഒരു സ്ഥലമുണ്ട്, ഒരു വീട്, കംപ്ലീറ്റ് എക്യുപ്മെൻ്റ് എല്ലാം വെച്ചിരിക്കുകയാണ്.
അവിടെ പ്രാക്ടീസ് ചെയ്യാം, അവിടെ ഇരുന്ന് പാട്ട് ട്യൂൺ ചെയ്യുന്നത് ചെയ്യാം, പഠിക്കാം. അത് രാവിലെ മുതൽ നമ്മളെ ഓഫീസിൽ വന്നിട്ട് നേരെ നമ്മളെ ഈ വീട്ടിലോട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ അവിടെ ഒരു സ്റ്റുഡിയോ പിന്നീട് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്ന ഈ പാട്ടെല്ലാം അപ്പം ഭക്തവത്സൻ കൊണ്ടുവരും പാട്ടുകൾ. അദ്ദേഹം കൊണ്ടുവരുന്ന പാട്ട് പറഞ്ഞാൽ പാടി കേൾപ്പിക്കും. അപ്പോൾ നമ്മൾ പഠിക്കും, ഒന്നെങ്കിൽ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ രമണി പഠിക്കും. അപ്പോൾ അത് എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം തന്നെ അതിനൊരു മ്യൂസിക്കും ഒക്കെ ഉണ്ടാക്കുക. നമ്മൾ തന്നെ എല്ലാം കൂടെ ഇത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി കറക്റ്റ് ചെയ്ത് പാട്ടെല്ലാം ആക്കുന്നത്. അങ്ങനെ തോമസ് എബ്രഹാം തോമസ് എബ്രഹാം എഴുതിയ പാട്ട് ഈ ആട്ടിടയ ഈ നിശ്ചയുടെ ഈ സ്നേഹത്തിൻ്റെ മുഖം ഞാനെന്ന് പറയുന്നത് ഏബ്രഹാം ഈപ്പൻ എന്ന് പറഞ്ഞാണ്. അത് ഒരു 84 മറ്റോ ആണ് അദ്ദേഹം എബ്രഹാമി. അത് മരിച്ചുപോയി. ഇപ്പം തോമസ് എബ്രഹാം കടന്നുപോയി, ഭക്തവത്സലം മരിച്ചു. അപ്പോൾ അവരൊക്കെയാണ് എഴുതിയിരുന്നത് പാട്ടുകൾ. നന്നായിട്ട് പുള്ളിക്കാരൻ അതിന് നല്ലൊരു ത്രെഡാണ് ഉണ്ടാക്കുന്നത് ഭക്തവത്സലം. പിന്നെ അത് എല്ലാവരുടെ പാടി. ഇപ്പം ഞാൻ പാടുമ്പോൾ എനിക്ക് പാടുന്നതിൽ പല കുറവുകളൊക്കെ ഉണ്ടാകും. അപ്പം അത് ഇന്ന പോലെ പാടിയാൽ അത് നല്ലതായിരിക്കും എന്ന് വേറൊരാൾക്ക്, എല്ലാവരും നല്ല മ്യൂസിഷ്യൻസാണ്. അപ്പോൾ അവർ പറയും അത് ഇന്ന പോലെ ആ ഭാഗം പാടിയാൽ നല്ലതായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഭക്തവത്സലം അങ്ങനെ അതിന് പിണക്കൊന്നുമില്ല. പുള്ളിക്കാരൻ ഉണ്ടാക്കി തന്നെ പാടണം അങ്ങനെയൊന്നുമില്ല. പുള്ളി വളരെ നന്നായിട്ട് പറയും. നിങ്ങൾ അതിൻ്റെ അകത്ത് ആ റൂട്ടിനകത്ത് അല്ല അതിൻ്റെ ആ രാഗത്തിനകത്തൊക്കെ നിൽക്കുന്നത് പോലെയൊക്കെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഞങ്ങൾ നിരന്തരമായ ആ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഈ പാട്ടുകളെല്ലാം ഉണ്ടായത്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ. മ്യൂസിക് ടീമിനകത്ത് ഞാൻ പാടുന്നുണ്ട്, അങ്ങേര് പാട്ടുകൾ ചെയ്തു. എന്നാൽ ഈ മ്യൂസിക് ടീമിനകത്ത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, വളരെ ഹൃദ്യമായ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. അവരെല്ലാവരുടെ കൂടിയായിരുന്നു നന്നാക്കിയത്. എല്ലാവരും നന്നായിട്ട് വായിച്ചു. നല്ല ഫീലിംഗ് ആണ്. അപ്പോൾ പാട്ട് പാടുന്നതിന് നമുക്ക് ഈസി ആയിട്ട് പാടാവുന്നത് പോലെ അവർ പ്ലേ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 5-6 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം ഒരു പിണക്കവും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഒരു അപ്പൻ്റെ മക്കൾ എന്നുള്ള നിലയ്ക്കായിരുന്നു ആ മ്യൂസിക് ടീമിൽ പോയിരുന്നു. ഒരു അഭിപ്രായം എല്ലാ ദിവസവും ഇവാലുവേഷൻസ് ഒക്കെ രാവിലെ ഞങ്ങൾ തലേദിവസം നടന്ന പ്രോഗ്രാമിൽ വെച്ച് ഇവാലുവേഷൻ നടന്നു. അപ്പോൾ എന്തെങ്കിലും ഈ യാത്രയും തട്ടും മുട്ടും നിരന്തരമായ യാത്രയും ഒക്കെ കൊണ്ട് അങ്ങോട്ട് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാൽ അത് വൈകിട്ട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിരുന്ന് വൈകിട്ട് തന്നെ പറയും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ഉണ്ടായി, നമുക്കത് ക്ലിയർ ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒരു സ്പിരിച്വൽ ഡയറി എഴുതുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ നിലയിൽ അതിനെ എല്ലാവരോടും സഹകരിച്ചാൽ പോകുന്നത്. അതുകൊണ്ടാണ് ആ മ്യൂസിക് ടീം വിജയിച്ചത്. ഈ ഐക്യം കൊണ്ടായിരിക്കാം ഇത്രയും സക്സസ് ആയിട്ട് ഹാർട്ട് ബീറ്റ്സ് ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇടയായത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ധാരണയിലും സ്നേഹത്തിലുമാണ് പോയത്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയകളോ മറ്റ് ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ് ആ ഒരു കാലയളവെന്ന് പറയുന്നത്. 80-ൻ്റെയും 90-കളുടെയും ആ വർഷങ്ങളെന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള സംഗീത ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ട്രൂപ്പുകൾക്ക് നടത്തുന്ന പ്രോഗ്രാമുകൾക്ക് ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഒരു മതിപ്പും ആൾക്കാർ വരികയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ സ്റ്റേജിൽ പോയി ഒരു പ്രോഗ്രാം കാണുന്നതിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് എടുത്ത് ഈ ടി വിയിൽ വരുന്നുണ്ട്. വലിയ സ്ക്രീനിൽ കാണാം. അത് പല ആളുകൾ അങ്ങനെ പോകുന്നില്ല. അല്ല തന്നെ ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാവരും ഒന്നും കയറി ഇങ്ങനെ വന്ന് ധൈര്യപ്പെട്ട് പാടാനൊന്നും വരികയില്ല. ആ പാട്ടുകാരെന്നുള്ളതല്ല. അല്ലാതെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാട്ടുകാരാണ്. എന്തുകൊണ്ട് എനിക്ക് പാടിക്കൂടാ എന്നൊരു അത് കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെ പാടുന്നുണ്ട്. എന്നാലും പഴയ ആളുകൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എഫേർട്ട് അധികം ഇല്ലെങ്കിലും പാട്ട് പാടാൻ പറ്റും. കാരണം ഈ പുതിയ ഓർഗനുകൾ, പിന്നെ അതുപോലെ ഈ റെക്കോർഡിംഗ് സിസ്റ്റംസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാടിയെന്ന് പറഞ്ഞാലും അതിനെല്ലാം അതിൻ്റെ പരിക്കൊക്കെ തീർത്ത് നമുക്ക് നല്ലതാക്കി വെക്കാം. അപ്പം ഓരോരുത്തരുടെ പാട്. പിന്നെ സ്റ്റേജിൽ ഈ മ്യൂസിക് ട്രാക്ക് ഇങ്ങനെ എല്ലായിടത്തും അവൈലബിളാണ്. എല്ലാവരും ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ അത് ഒക്കെ കേട്ട് അതിൻ്റെ അകത്ത് പാടുക.
പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ഫീൽഡിൽ നമ്മളെ ആരും ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ കളിയൊക്കെ ഒന്നുമില്ല, ധൈര്യമായിട്ട് പാടാം. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് പോയി പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ അങ്ങനെ ഉള്ള ഗാനമേളയിൽ ഞാൻ പാടിയിരുന്ന ആളാണ്, ഞാൻ അതിന് വന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തൊന്നും പോയി നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റുകയില്ല. ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ വന്ന് പാടുക, അല്ലെ നമ്മൾ ക്രിസ്ത്യൻ പരിപാടിക്ക് പാടി ആര് പാടിയെന്ന് പറഞ്ഞാലും എല്ലാവരുടെ കൂടി സ്തോത്രമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് എൻകറേജ് ചെയ്യും. പക്ഷെ അവർ തിരിച്ചറിയണം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ പാട്ട് എങ്ങനെയുണ്ട് എന്ന്. അതല്ല, പിന്നെ ആളുകളുടെ അടുത്ത് നമ്മളെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യണ ആണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും കുറച്ച് ബഹളങ്ങൾക്കാണ് ജനം പുറകെ പോകുന്നത്. മറ്റേത് ഒരു മ്യൂസിക് അതെങ്ങനെ പാടണം, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പഴയ ആൾക്കാർക്കറിയാം. അതിപ്പോഴും പലരും പറയുന്നത് കേൾക്കാം, അതിപ്പോൾ കിട്ടുന്നില്ല, അതുപോലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഇന്നും പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വാസ്തവം പറഞ്ഞാൽ ഈ പാട്ടുകൾ പണ്ടത്തെ പാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അതിൻ്റെ ലിറിക്സാണ്. നല്ല വാക്കുകൾ നല്ല വാക്കുകളാണെങ്കിൽ ഇച്ചിരി മ്യൂസിക് ഇച്ചിരി മോശമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അത് ഹൃദയത്തിൽ ടച്ചാണ്. നല്ല വാക്കുകൾ എഴുതണം. ചുമ്മാ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പോലെയൊക്കെ എഴുതി ഇപ്പോൾ ഒത്തിരി പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ. പക്ഷേ പണ്ട് ആളുകൾ എഴുതിയിരുന്ന പാട്ടുകൾ ഒരു പ്രബുദ്ധത ഉണ്ടായിരുന്നു അതിന്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. എന്തെങ്കിലും എഴുതി വെക്കുക, ഈ ഗദ്യം പോലെ എഴുതിയിട്ട് അതിന് എന്തെങ്കിലും ട്യൂൺ ഇടുക, എന്നിട്ട് ഇങ്ങനെ ഒരു ബഹളം. പണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഒരു കാരണവശാലും ഈ സെക്യുലർ മ്യൂസിക്കുമായിട്ട് നമ്മൾ കലർത്തിയില്ല. നമ്മൾ പാട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. അതിന് പാട്ടുകാരൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ സെക്യുലറിസം ഇതിനകത്ത് കൊണ്ടുവന്നില്ല. അതുകൊണ്ടൊരു വലിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹാർട്ട് ബീറ്റ്സ് പോലത്തെ ടീം അങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും ഈ സെക്യുലർ ആളുകൾ ഇത് കേൾക്കാൻ വരും. ഇതിനകത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് തിരക്കാൻ പോയില്ല. നമ്മളുടെ പെർഫോമൻസ്, നമ്മൾ യൂണിഫോം ഇടുക, നമ്മൾ സ്റ്റേജിൽ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെ വേറെ അന്ന് ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ മ്യൂസിക് ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നു. അതിൻ്റെ ഒത്തിരി അഡോപ്ഷൻ നമ്മൾ ചെയ്തത് സായിപ്പന്മാർ ഇവിടെ വരുമായിരുന്നു. അവരോട് പറയും, ഈ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന നല്ലതാണ്, അങ്ങനെ ചെയ്യുന്ന നല്ലതാണ്, അത് സ്റ്റേജിൽ വളരെ കൃത്യമായിരിക്കണം. മറ്റേ വികൃതമായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും നല്ലപോലെ തലമുടി ചെയ്യണം, തലമുടി വെട്ടണം, നല്ല തേച്ച് ഉടുപ്പിടണം, അങ്ങനെ വൃത്തിയായിരിക്കണം സ്റ്റേജെല്ലാം ഭയങ്കര മനോഹരമായിട്ടിരിക്കണം, അവിടെ നിന്ന് വേണം. അങ്ങനെയായിരുന്നു ഹാർട്ട് ബീറ്റ്സ് ടീം. നമ്മൾ സ്റ്റേജൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ നീളം വീതി എല്ലാം കൊടുക്കും, അവിടെ കാർപ്പറ്റ് വിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തെന്ന് പോകുന്നതുകൊണ്ടാണ് അത്രയും അതുകൊണ്ട് ഒരു വല്ലാത്ത ലുക്ക് കൂടെ ഉണ്ട്. അങ്ങനെയായിരുന്നു. അപ്പം രാവിലെയും വൈകിട്ടും 2 സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടായി. രാവിലെ ഇടുന്ന യൂണിഫോം അല്ല പിന്നെ വൈകിട്ട് ഇടുന്നത്. കാരണം ഞങ്ങൾക്ക് പല യൂണിഫോംസ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ മാനേജർ പറയും, ഇന്ന് യൂണിഫോം ആണ് ഇന്ന് രാവിലെ. അപ്പം നമ്മൾ തന്നെ നല്ലപോലെ തേച്ച് വൃത്തിയാക്കി വേർപ്പ് നാറ്റമൊന്നും ഇല്ലാതെ വേണം ഇടാൻ. അത് സ്ട്രിക്റ്റ് ആക്കാതെ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സ്റ്റേജിൽ കയറാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ക്യാമ്പസ് ക്രൂസൈഡിന് വളരെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ആ മ്യൂസിക് ടീം നമ്മൾ മറ്റേ സെക്യുലറിസം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടുകൾ പലതും കേൾക്കുന്നത് അതുപോലെ തന്നെ ചില സിനിമയിലൊക്കെ ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതും കൂടെ അതുപോലെ എഴുതി വെച്ച് ട്യൂൺ ചെയ്ത് അതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ പാടുന്നത് എന്നെനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അല്ല, അതിനോട് അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എല്ലായിടത്തും എല്ലാവരും പാട്ടുകാരായതുകൊണ്ട് അതുകൊണ്ട് നല്ല ക്വാളിറ്റി സിംഗേഴ്സ് വരുന്ന അവർക്ക് വന്നിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നല്ല പാട്ടുകാർ പലരും കർത്താവിനെ അറിയാനും മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ കയറി നമ്മുടെ ആളുകൾക്ക് അത് എൻജോയ് ചെയ്യണം. ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് അത്. പക്ഷേ അങ്ങനെ
പണ്ടതൊരു ശുശ്രൂഷയായിട്ട് കാണുന്നുണ്ട് അത്. അല്ല പാട്ടുകാരായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു ജെ ബി പീറ്റർ നല്ലൊരു സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാട്ടുകാർക്ക് അത് ഇന്നിപ്പം ഹാർട്ട് ബീറ്റ്സിനകത്തുണ്ടായിരുന്ന പാട്ടുകാരാണ് പാടുന്നത്. പാട്ട് അറിയാവുന്നവരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറെ ഉണ്ടായിരുന്നു മാവേലിക്കര രാജു. അദ്ദേഹം ഭയങ്കര നല്ല സിംഗറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അന്ന് കുറച്ച് മ്യൂസിക് ടീമേ ഉള്ളൂ, അതെല്ലാം അതിന് നിയോഗിക്കപ്പെട്ടവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആർക്കും കയറി എന്തും ചെയ്യാം എന്നുള്ള ഒരു നിലപാടാണ്. അത് ചിലപ്പോൾ കാലത്തിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. എന്നാണേലും ഒരു നല്ല സമയം പാട്ടിനുണ്ടായിരുന്നു. 80-കൾ 90-കൾ. അന്നേരം ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിച്ചു. അതിൽ വലിയ സന്തോഷം. ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ പ്രിയ ബ്രദർ മാത്യു ജോണിനെ പറ്റി നമുക്ക് അറിയുവാനായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പാടിയ പാട്ടുകളിലൂടെ അദ്ദേഹം വർക്ക് ചെയ്ത ഈ പറഞ്ഞ മ്യൂസിക് ടീമുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം നമുക്ക് കൂടുതൽ കേൾക്കുവാനുള്ള അവസരമുണ്ട്. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.